എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ദൈവത്തിൻ്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവചന ധ്യാനത്തിലേക്കായി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കേണ്ട വേദഭാഗം എന്ന് പറയപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ദൈവം വചനം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരു ചെറിയൊരു കഥ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. തായ്ലാൻഡിലുള്ളതായ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചു ബാലിക തൻ്റെ പിതാവിനോട് തൻ്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അംഗവൈകല്യമുള്ളതായ ബാലികയാണ് സൈന. അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പർവ്വതാരോഹണത്തെക്കുറിച്ച് അവൾ കേൾക്കുകയും അതിലവൾക്ക് വളരെ താല്പര്യം തോന്നുകയും തൻ്റെ പിതാവിനോട് തൻ്റെ ആഗ്രഹങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ സ്നേഹനിധിയായ പിതാവ് മകളുടെ വൈകല്യങ്ങളോ ബലഹീനതകളോ ഒന്നും കണക്കെടുക്കാതെ അവളുടെ ആഗ്രഹം മനസ്സിലാക്കി അവളെ ചിട്ടയോടുകൂടെ വളർത്തുവാൻ, പരിശീലനം കൊടുക്കുവാൻ, ആഹാരം കൊടുത്ത് പരിപോഷിപ്പിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. മകൾ വളർന്നോറും തനിക്ക് ലഭിച്ചിരിക്കുന്നതായ പരിശീലനങ്ങൾ ചിട്ടയോടുകൂടെ തന്നെ ആ സൈന പരിശീലിക്കുകയും ചെറുതും വലുതുമായിരിക്കുന്നതായ അനേകം കൊടുമുടികൾ ആ ബാലിക കീഴടക്കുവാൻ തൻ്റെ പിതാവിനൊപ്പം ശ്രമിക്കുകയും ചെയ്തു. നേരത്തെ പറയുകയുണ്ടായി, അംഗവൈകല്യമുള്ളതായ മകളാണ്. എന്നാൽ പിതാവ് തൻ്റെ കൂടെ സദാസമയവും ഉണ്ടായിരുന്നു. പർവ്വതാരോഹണ സമയത്തും പിതാവിൻ്റെ ഒരു വശത്തായിരിക്കും സൈന എന്ന ബാലിക നിലകൊള്ളുന്നത്. കിളിമഞ്ചാരോ എന്ന് പറയപ്പെടുന്നതായ പർവ്വതം ഉൾപ്പെടെ 19,341 അടി ഉയരമുള്ളതായ കൊടുമുടികൾ വരെ ഈ ബാലിക കീഴ്പ്പെടുത്തി കാണാൻ സാധിക്കുന്നു. തായ്ലാൻഡിലുള്ളതായ അനുഭവം നോക്കിയാകുന്നെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് അംഗവൈകല്യവുമുള്ളതായ ഒരു വ്യക്തി സൈനയാകുന്നു ഇത്രയും വലിയ കൊടുമുടികൾ കീഴടക്കിയത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാകുന്നു ആ ബാലികയുടെ കഥ അല്ലെങ്കിൽ അവിടെ സംഭവം, ചരിത്ര സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആഗ്രഹം കൊടുമുടികൾ കീഴടക്കുക, ഉയരങ്ങളിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ്. ആ കുഞ്ഞിൻ്റെ ബലഹീനതകളോ വൈകല്യങ്ങളോ ഒന്നും കണക്കിലെടുക്കാതെ ആ പ്രിയ പിതാവ് ആ കുഞ്ഞിനെ ചേർത്തണച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന പരിശീലനങ്ങളിൽ കൂടെ മുൻപോട്ട് പോവുകയും കുഞ്ഞ് ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ടനുസരിച്ച് അച്ചടക്കമുള്ളതായ ഒരു കുഞ്ഞായി തീരുകയും ചെയ്തത് കൊണ്ടാകുന്നു തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അഭിലാഷം എന്ന് പറയപ്പെടുന്നത് ആ ഉന്നതിയിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. ആ ഉന്നതിയിൽ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരണമെങ്കിൽ ദൈവം നൽകിയിരിക്കുന്നതായ കൽപ്പനകൾ അനുസരിക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മെ മതിക്കുന്നതായ, നമ്മെ ഭരിക്കുന്നതായ, നമ്മളെ ബലഹീനമാക്കുന്നതായ ജഡീക ചിന്തകൾ ഉപേക്ഷിക്കുക, ഈ ലോകമോഹങ്ങൾ ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ സംഭരിച്ചു കഴിഞ്ഞാൽ അതിനെ കഴിയാൻ സാധിക്കും. യെശയ്യാപ്രവചനം 46-ന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങളെ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കും, ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. അതുപോലെ റോമർ ലേഖനം 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്നത്, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല എന്ന് പറയുന്നു. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയതായ കൽപ്പനകൾ ഇന്നും
തങ്കലിപികളാൽ ശോഭിതമായിരിക്കുന്നു. ആർക്കും തന്നെ അതിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നും കഴിയാതെ ഏറ്റവും ചെറുതായിരിക്കുന്നതായ നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാനല്ല അന്യദൈവം നിനക്കുണ്ടാകരുത്. മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത് എന്നുള്ളതായ കൽപ്പനകൾ. ഇതിനിടയിൽ എന്ത് ചെയ്യുക? ശബദങ്ങൾ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, മാതാപിതാക്കന്മാരെ അനുസരിക്കുക, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, നമസ്കരിക്കുക, സേവിക്കുക ചെയ്യരുത്, അന്യദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ളതായ ഈ ചെറിയ 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 കൽപ്പനകൾ നമുക്ക് പാലിക്കുവാൻ കഴിയും. അത് പാലിച്ച് അതിൻപടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ ഉന്നതി കൈവരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വാക്കുകൾ നാം കേൾക്കേണ്ടിയിരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പറയപ്പെടുന്നു, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ അനേകർ പറയുന്നത് കൽപ്പന നീങ്ങിപ്പോയി 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 എന്നാണ്. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മോട് പറയപ്പെടുന്നത്, കർത്താവ് തിരുവായ്മൊഴിയായിട്ട് നമുക്ക് നൽകിയത് ഇത് നീങ്ങിപ്പോയിട്ടില്ല. കർത്താവ് വന്നത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ എന്തിനാകുന്നു ഈ കാലഘട്ടത്തിൻ്റെ വൈകല്യങ്ങൾ പേര് നടക്കുന്നതായ ഉപദേഷ്ടാക്കന്മാരുടേതായ വാക്കുകൾ നിങ്ങൾ വഴുതി വീണു പോകുന്നത്? തിരുവചനങ്ങൾ ആഴമായി പഠിക്കുക. ബെരോബേല ജനങ്ങളെപ്പോലെ തിരുവചനങ്ങളെ ശോധന ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിൻ്റെ സ്നേഹമാകുന്നു, ദൈവത്തിൻ്റെ സ്വഭാവമാകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുക, ആ സ്നേഹം മറ്റുള്ള പകർന്നു കൊടുക്കുക, ആ സ്വഭാവത്തിന് കീഴിൽ ജീവിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അതിനായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനകൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ എന്നും തങ്കലിപികളായി ശോഭിക്കട്ടെ. അത് നിങ്ങളുടെ ഹൃദയങ്ങളുടെ അന്തർഭാഗങ്ങളിൽ ശക്തമായി നിങ്ങളെ പ്രലോഭിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളതാക്കി തീർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായ സ്തോത്രം, നൽകിയ വചനത്തിനായ സ്തോത്രം. കർത്താവേ, ഈ നാളുകളിൽ ദൈവമേ തിരുവചനങ്ങളെ തെറ്റായി പഠിപ്പിക്കുന്നത്, അവിടെ അല്പം ഇവിടെ അല്പമായി പഠിപ്പിക്കുന്നതായ വലിയൊരു സമൂഹത്തിനിടയിൽ വസിക്കുന്നതായ അവിടുത്തെ മക്കളുടെ മേൽ ഇന്ന് കൃപ ചൊരിഞ്ഞ സ്തോത്രം ചെയ്യുന്നു. കൽപ്പനകളൊന്നും നീങ്ങിപ്പോയിട്ടില്ല, അത് നിവർത്തീകരിക്കപ്പെടേണ്ടതല്ല, അനുസരിക്കേണ്ടതാകുന്നു ആ കൽപ്പനകൾ. അത് ഞങ്ങളുടെ ജീവിതങ്ങൾ ആത്മീയമായ യാത്രയിൽ കർത്താവിൻ്റെ ആ നിത്യത്തിലെ പ്രവേശിക്കേണ്ടതായിരിക്കുന്നതായ ഈ പാലായനത്തിന് അനുഗ്രഹമായി മുതൽക്കൂട്ടായി തങ്ങളുടെ ജീവിതങ്ങളെ ചിട്ടയായി ക്രമപ്പെടുത്തുന്നതായ ആ മാറ്റമില്ലാത്തതായ കൽപ്പനകൾ പാലിക്കേണ്ടത് ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതായ തിരിച്ചറിവോടുകൂടെ ഈ പുതിയ ദിവസം ദൈവം നൽകിയിരിക്കുന്ന പുതിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കണം, മാനവമഹത്വം സ്വീകരിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ.